പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. വരൂ. അതിന്റെ ശേഷം അമോന്യരുടെ രാജാവ് മരിച്ചു. അവന്റെ മകനായ ഹാനൂൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ് ഹാനൂന്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവന്റെ മകന് ഞാനും ദയ ചെയ്യും എന്ന് പറഞ്ഞ് അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസ വാക്ക് പറയുവാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ അമോന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ അമോന്യ പ്രഭുക്കന്മാർ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് തോന്നുന്നുവോ? പട്ടണത്തെ ശോധന ചെയ്ത് ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ചു കളയുവാനും അല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരച്ചു, അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ചു അവരെ അയച്ചു. ദാവീദ് രാജാവ് ഇത് അറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ നിങ്ങൾ യെരിഹോവിൽ താമസിപ്പീൻ, പിന്നെ മടങ്ങിവരാം എന്ന് പറയിച്ചു. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 2 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം എന്താണ് സൂചിപ്പിക്കുന്നത്? ദാവീദിന്റെ നന്മയെപ്പറ്റിയാണ് അവിടെ പറയുന്നത്. 8-ാം അധ്യായത്തിൽ ജനങ്ങളോട് തനിക്കുള്ളതായ വലിയ സ്നേഹത്തെ കാണിക്കുന്നു. എന്റെ ജനം നന്നായിരിക്കണം, എന്റെ രാജ്യം നന്നായിരിക്കണം, ശത്രുഭീതി ഇല്ലാതെ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് ആരെ കണ്ടുകൊണ്ടാണ് എന്റെ ജനം ഭയപ്പെടുന്നത്? ആരെ കണ്ടുകൊണ്ടാണ് എന്റെ ജനം വിറയ്ക്കുന്നത്? ആർ കാരണമാണ് എന്റെ ജനത്തിന് നഷ്ടമുണ്ടാകുന്നത് എന്ന് ദാവീദ് മനസ്സിലാക്കി അവരെയെല്ലാം കീഴ്പ്പെടുത്തുവാനിടയായി. പ്രിയ സഹോദരീ സഹോദര, കുടുംബത്തിൽ പിശാച് ചില പ്രശ്നങ്ങൾ കൊണ്ടുവരും, ചില തടസ്സങ്ങൾ കൊണ്ടുവരും, ചില എതിർപ്പുകളെ ഉണ്ടാക്കും, സമാധാനം കെടുത്തിക്കളയാനിടയാകും. അങ്ങനെ സമാധാനം കെടുത്തിക്കളയാനുള്ള കാരണം ഭർത്താവിനോ ഭാര്യയ്ക്കോ മുൻകോപമുണ്ടായിരിക്കാം, പെട്ടെന്ന് എടുത്തുചാടി സംസാരിക്കുന്ന സ്വഭാവമുണ്ടായിരിക്കാം, മറുതരിച്ച് സംസാരിക്കുന്ന രീതി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബലഹീനതയുണ്ടായിരിക്കും. ഭാര്യയ്ക്ക് സിനിമാ പ്രാന്തോ അല്ലെങ്കിൽ സീരിയൽ പ്രാന്തോ അല്ലെങ്കിൽ ഭർത്താവിന് മദ്യപാനത്തിൻ്റെയോ പുകവലിയുടെയോ ശീലമൊക്കെ ഉണ്ടായിരിക്കാം. ഇങ്ങനെ പിശാചിന്റെ കുതന്ത്രങ്ങൾ നിമിത്തം കുടുംബത്തിൽ സമാധാനം സ്വസ്ഥതയുമില്ലാതെ നരകത്തിന് തുല്യമായ കുടുംബം പോകുന്നുണ്ടാകാം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലും നിനക്കുണ്ടായിരിക്കുന്നതായ ദുശീലങ്ങൾ കൊണ്ട്, ബലഹീനതകൾ നിമിത്തം, അല്ലെങ്കിൽ പിശാചിന്റെ സ്വഭാവം കാരണം, കോപമാകട്ടെ, വിദ്വേഷമാകട്ടെ, പക കാണിക്കുന്ന സ്വഭാവമാകട്ടെ, അസൂയാകട്ടെ, പിണക്കങ്ങളാകട്ടെ, കലഹങ്ങൾ ആകട്ടെ, സംശയമാകട്ടെ, മനസ്സിലാക്കുവാൻ കഴിയാത്തതാകട്ടെ, അല്ലെങ്കിൽ അശുദ്ധിയാകട്ടെ, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന സ്വഭാവമാകട്ടെ, നിന്ദിച്ച് സംസാരിക്കുന്ന രീതിയാകട്ടെ, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന സ്വഭാവമാകട്ടെ, പരസ്പരം ഉപദ്രവിക്കുന്നതായ രീതിയാകട്ടെ, ഇവയെല്ലാം നിനക്കും നിന്റെ കുടുംബത്തിനും അപകടമാണ്. അതിനെ നീ ജയിക്കണം. അതുണ്ടായിരിക്കുന്നിടത്തോളം കാലം നിന്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കാണില്ല. ദാവീദിന് മനസ്സിലായി തന്റെ ചുറ്റും ശത്രുക്കളുണ്ട്. അവരെ അങ്ങനെ തന്നെ വിടുകയാണെങ്കിൽ തന്റെ രാജ്യത്തിനത് സുരക്ഷിതത്വമാകില്ല. അതുകൊണ്ട് അവരെ എല്ലാവരെയും കീഴ്പ്പെടുത്തണം. തെക്ക് ദിക്കിലേക്ക് പോയി ആ രാജ്യത്തിലുള്ള ശത്രുക്കളെ ജയിച്ചു. വടക്ക് ദിശയിലേക്ക് പോയി ആ രാജ്യത്തിലുള്ളതായ ശത്രുക്കളെയും താൻ കീഴ്പ്പെടുത്തി. പിന്നെ പടിഞ്ഞാറും കിഴക്കുമുള്ളതായ ശത്രുക്കളെയെല്ലാം ജയിച്ച് ആരും തന്നെ തന്റെ രാജ്യത്തിലേക്ക് കടന്നുവരുവാനോ എതിർക്കുവാനോ പാടില്ല എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ട് ഒരുപാട് പരിശ്രമങ്ങൾ താൻ നടത്തി. പോരാടി ജനത്തെ കാത്തു രക്ഷിക്കാനായിട്ട് പരിശ്രമിച്ചു. സമാധാനത്തോടുകൂടിയുള്ള ഭരണം കാഴ്ചവെച്ചു. വളരെ ശ്രേഷ്ഠമായ മറ്റൊരു വചനമുണ്ട്. 8-ാമത്തെ അധ്യായം 15-ാം വാക്യം. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. ദാവീദ് ഭരണം നടത്തിയ സമയത്ത് നീതിയോടുകൂടിയ ഭരണം കാഴ്ചവെച്ചു. താൻ നീതിയോടെ ജീവിച്ചു, ന്യായം പ്രവർത്തിച്ചു. അങ്ങനെ നീതിയോടെ ജനത്തെ ഭരിച്ചതുകൊണ്ട് ജനം സ്വസ്ഥതയോടുകൂടി ജീവിച്ചു. പ്രിയ സഹോദര, നിന്നിൽ കൂടി നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണം. പ്രിയ സഹോദരി, കേൾക്കുന്നുണ്ടോ? നീ കാരണം നിന്റെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകണം. എന്റെ ഭർത്താവിനെ കൊണ്ട് അല്പം പോലും ശാന്തിയും സമാധാനവുമില്ല. എന്റെ ഭാര്യ കാരണം എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനവുമില്ല. ജീവിതം നരക തുല്യമായിരിക്കുന്നു. നരക ജീവിതം അനുഭവിക്കുകയാണ്. പ്രിയ മകനെ, മകളെ, മാതാപിതാക്കൾ നീ കാരണം നരകം അനുഭവിക്കാൻ പാടില്ല. ഒരു മകനുണ്ട്, എന്നാൽ അവൻ മാതാപിതാക്കളെ കണ്ണുനീർ കുടിപ്പിക്കുന്നു. ഒരു മകളുണ്ട്, എന്നാൽ മാതാപിതാക്കളെ കണ്ണുനീർ കുടിപ്പിക്കുന്നു. വീടിന് വെളിയിലേക്ക് പോയാൽ പിന്നെ എപ്പോൾ വരുമെന്നറിയില്ല.
ആരോടൊപ്പം വരുമെന്നറിയില്ല, എങ്ങനെ വരുമെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രിയ മകനെ മകളെ നീ ആയിരിക്കുവാൻ പാടില്ല. നീ ജനിച്ചതോർത്ത് മാതാപിതാക്കൾ സന്തോഷിക്കണം. നീ ജനിച്ചതോർത്ത് മാതാപിതാക്കൾ സ്വസ്ഥതയോടെ ജീവിക്കണം. അതല്ലാതെ പിശാചിനിടം കൊടുത്തുകൊണ്ട്, പിശാചിൻ്റെ കരങ്ങളിൽ നിന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട്, നീ നിന്റെ ഇഷ്ടാനുസരണം ജീവിച്ചുകൊണ്ട്, ചീത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ടുകൊണ്ട്, മ്ലേച്ഛകരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നീ മുൻപോട്ട് പോയാൽ നിന്റെ മാതാപിതാക്കൾക്ക് അത് അപമാനം വരുത്തിവെക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് അവരുടെ മകനായിരിക്കുന്ന, മകളായിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. നിന്റെ മാതാപിതാക്കളെ അനുസരിപ്പീൻ, അങ്ങനെ അനുസരിക്കുന്നവർക്ക് ദീർഘായുസ് ലഭിക്കും എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. പ്രിയ മകനെ മകളെ, നിനക്ക് ദീർഘായുസ് ലഭിക്കണമെങ്കിൽ, നല്ല ആരോഗ്യമുള്ളവനായി നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളെ കണ്ണുനീർ കുടിപ്പിക്കാതെ മാതാപിതാക്കൾക്ക് സന്തോഷത്തെ കൊടുക്കൂ. ദാവീദ് 8-ാം അധ്യായത്തിൽ എന്ത് ചെയ്തുവെന്ന് കാണുന്നുണ്ട്. തൻ്റെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ അവൻ കീഴ്പ്പെടുത്തി, തൻ്റെ രാജ്യത്തിന് സ്വസ്ഥത കൊടുത്തു, സത്യസന്ധതയോടെ ജീവിച്ചു, നീതിയോടെ ജീവിച്ചു, നീതിയോടെ ഭരണം കാഴ്ചവെച്ചു, ജനത്തിന് സുവർണ കാലഘട്ടത്തെ സമ്മാനിച്ചു. എന്തുകൊണ്ട് അത്ര ശ്രേഷ്ഠനായ ഒരു രാജാവായി ദാവീദിന് മാറാൻ കഴിഞ്ഞു? ദാവീദ് നല്ല ഒരു വ്യക്തിത്വമുള്ളവനായിരുന്നു. ദാവീദ് നല്ലൊരു മനസ്സുള്ളവനായിരുന്നു. ഭർത്താവായ നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ, ഭാര്യയായ നിനക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭാര്യ പറയാൻ കഴിയണം, എൻ്റെ ഭർത്താവിന് നല്ല മനസ്സുണ്ടെന്ന്. നിന്റെ ഭർത്താവ് പറയണം, എൻ്റെ ഭാര്യ വളരെ നല്ലവളാണ്, നല്ല മനസ്സുള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതം സുഖമായിട്ട് പോകുന്നതെന്ന്. എൻ്റെ മകൻ വളരെ നല്ലവനാണ്, എൻ്റെ മകൾ വളരെ നല്ലവളാണ്. ഇങ്ങനെ മക്കളായിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് പറയാൻ കഴിഞ്ഞാൽ അത് വലിയ ശ്രേഷ്ഠതയാണ്, വലിയ ഭാഗ്യമാണ്. ദാവീദ് വളരെ വളരെ നല്ലവനായിരുന്നു. എന്തുകൊണ്ട് അവനെക്കുറിച്ച് അങ്ങനെ പറയുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ദാവീദ് യഹോവയുടെ ഹൃദയപ്രകാരം ഉള്ളവനായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ദാവീദിനുണ്ടായിരുന്ന ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമായിരുന്നു. ദൈവം എങ്ങനെ ചിന്തിക്കുന്നുവോ ദാവീദ് അങ്ങനെ ചിന്തിക്കുമായിരുന്നു. ദൈവം എന്തു ചെയ്യുവാൻ ആലോചിക്കുന്നുവോ ദാവീദും അങ്ങനെ ചിന്തിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണോ അതുതന്നെയായിരിക്കും ദാവീദിൻ്റെ ജീവിതത്തിലും കാണുവാനായിട്ട് കഴിയുന്നത്. ദാവീദിനെ നോക്കിയപ്പോൾ ദൈവം സന്തോഷിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകനായ ശമൂവേലിനോട് പറയുകയാണ്, എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരുവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു, അവനെ ഈ രാജ്യത്തിൻ്റെ രാജാവാക്കി ഉയർത്തും. ശരി, തൻ്റെ ഹൃദയപ്രകാരമുള്ള, തൻ്റെ ഹൃദയാനുസാരിയായ ഒരു വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നു. അവനെ രാജാവാക്കുമെന്ന് പറയുന്നു. റൈറ്റ്. ഒരുവന് രാജാവാകണമെങ്കിൽ അതിനുള്ള യോഗ്യതയും അവന് വേണമല്ലോ. രാജ്യം ഭരിക്കുന്ന ഉന്നത സ്ഥാനത്തേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനൊരു അർഹത വേണമല്ലോ. പ്രിയ സഹോദരി, സഹോദര, ദൈവം ഒരു വ്യക്തിയെ ഉയർത്തണമെങ്കിൽ അതിനാവശ്യമായിരിക്കുന്നതായ അർഹത ദൈവം ആഗ്രഹിക്കുന്നവർ ജീവിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നതാണ്. ദാവീദ് ആരാണ്? രാജാവിൻ്റെ മകനാണോ? രാജവംശത്തിൽ ജനിച്ചവനാണോ? അല്ല. ദാവീദ് ആട്ടിടയന്മാരുടെ പണി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ജനിച്ചവനാണ്. ദാവീദ് എന്താണ്? ആടുകളെ മേയ്ക്കുകയായിരുന്നു. തൻ്റെ പിതാവ് ആ പണിയാണ് അവന് കൊടുത്തത്. ആട്ടിടയൻ, ആടുകളെ മേയ്ക്കുന്നവൻ. എന്നാൽ നല്ല മനസ്സുള്ളവനാണ്. പ്രിയ സഹോദരി, സഹോദര, ഇന്ന് നീ ഏത് പണിയാണ് ചെയ്യുന്നത്? എന്ത് പണി ചെയ്യാനാണ്? ഞാൻ വീട്ടിൽ വേല ചെയ്യുന്നവളാണ്, അല്ലെങ്കിൽ ഞാനൊരു വാച്ച്മാനായിട്ട് ചെറിയൊരു ജോലി ചെയ്യുന്നവനാണ്, ഞാനൊരു ഓഫീസ് ബോയ് ആണ്, ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ പച്ചക്കറി വിൽക്കുന്ന ജോലിക്കാരനാണ്, സെയിൽസ് ബോയ് ആയി, സെയിൽസ് ഗേളായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്, ഒരു ഹോട്ടലിൽ മേശ ക്ലീൻ ചെയ്യുന്ന ജോലിയാണ്. നീ എന്തു ചെയ്യുന്നു എന്നതല്ല ദൈവം നോക്കുന്നത്, നിന്റെ മനസ്സ് എങ്ങനെയുള്ളതാണ് അതാണ് ദൈവം നോക്കുന്നത്. നിന്റെ മനസ്സ് നല്ലതാണെങ്കിൽ, നിന്റെ മനസ്സിൽ നന്മയുണ്ടേ എങ്കിൽ, നല്ല സ്വഭാവമുള്ളവനാണെങ്കിൽ അത് തന്നെയാണ് ദൈവം നോക്കിയിട്ട് നിന്നെ അനുഗ്രഹിക്കുന്നത്. അതുപോലെ നിന്റെ മക്കളെയും അവൻ ധാരാളം അനുഗ്രഹിക്കാനിടയാകും. നീതിമാന്മാരെ ബലപ്പെടുത്തുവാനായി യഹോവയുടെ ദൃഷ്ടി ലോകമെമ്പാടും സഞ്ചരിക്കുന്നു. പ്രിയ സഹോദര, സഹോദരി, നിന്റെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏതാണെന്നറിയാമോ? എന്താണെന്നറിയാമോ? നിന്റെ വീടല്ല. നിന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന സ്വത്ത് നിന്റെ വസ്തുവകളല്ല, പിന്നെയോ നന്മയാണ്. നിന്റെ നന്മയാണ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം നോക്കുന്നത്. നിന്റെ സത്യസന്ധതയുള്ള ജീവിതമാണ് നിന്റെ കുടുംബത്തെ, വരുന്ന തലമുറയെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ഏറ്റവും ആവശ്യമായത് എന്നത് ഓർക്കണം.
പണവും സ്വത്തും ഒന്നുമല്ല. സത്യസന്ധത കൂടാതെ നീ പണവും സ്വത്തും സമ്പാദിച്ചാൽ അത് നിന്റെ മക്കൾ 1 വർഷം കൊണ്ട് തീർക്കും, 10 വർഷം കൊണ്ട് അതില്ലാതെയാക്കും. നീ ഒരുപാട് സമ്പാദിച്ച് നിന്റെ മക്കൾക്ക് കൊടുത്തിട്ട് പോയാൽ നിന്റെ മക്കൾ ദൂർത്തടിച്ച് കളയുന്നവരും ഉണ്ട്. സത്യസന്ധത നിന്റെ മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു, നിന്റെ വംശത്തിന് അനുഗ്രഹമായിട്ട് മാറുന്നു. ദാവീദ് സത്യസന്ധനായിരുന്നു, നീതിമാനായിരുന്നു, അതുപോലെ വളരെ നല്ലവനായിരുന്നു. ദാവീദിന്റെ ജീവിത ചരിത്രത്തിൽ കേവലം 2 അധ്യായങ്ങൾ തന്റെ നന്മയെക്കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്നതാണ്. 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ? യോനാഥാനെ ഓർത്തുകൊണ്ട് എനിക്ക് ഉപകാരം ചെയ്യുവാനായി ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലുമുണ്ടോ? ശൗൽ രാജാവിന്റെ മകൻ ദാവീദിന്റെ നല്ല സ്നേഹിതനായിരുന്നു. യോനാഥാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല, അവൻ മരിച്ചുപോയി. എന്നാൽ അവൻ മരിച്ചുപോയപ്പോഴും ദാവീദ് എന്താണ് പറയുന്നത് കേട്ടോ? എൻ്റെ സ്നേഹിതനായിരുന്ന യോനാഥാൻ നിമിത്തമായിട്ട് അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഉപകാരം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ യോനാഥാൻ എൻ്റെ നല്ല സ്നേഹിതനാണ്. പ്രിയ മാതാപിതാക്കളെ, ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങൾക്ക് നല്ല കൂട്ടുകാർ ഉണ്ടാകട്ടെ. നിങ്ങളുടെ മക്കളെ നല്ല കൂട്ടുകാരെ പരിചയപ്പെടുത്തുക. സ്വത്തിനേക്കാൾ സമ്പാദ്യത്തേക്കാൾ വലിയ ഭാഗ്യം പങ്കുവയ്ക്കുവാൻ കഴിയുന്നത് നല്ല സ്നേഹിതർക്കാണ്. ദാവീദിന് ഒരു നല്ല സ്നേഹിതനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് യോനാഥാൻ. യോനാഥാൻ തൻ്റെ കുടുംബത്തിന് കൊടുത്ത ഭാഗ്യം എന്താണെന്നറിയാമോ? നല്ലൊരു സ്നേഹിതനെ കൊടുത്തു. യോനാഥാൻ ദാവീദിൻ്റെ നല്ല സ്നേഹിതനായിരുന്നു. ദാവീദും യോനാഥാൻ്റെ നല്ല സ്നേഹിതനായിരുന്നു. ശൗൽ നല്ലവനല്ല, അതുകൊണ്ട് നല്ല സ്നേഹിതരുമില്ല. നീ നല്ലവനാണെങ്കിൽ നിനക്ക് നല്ല സ്നേഹിതരുണ്ടാകും. നീ നല്ലവളാണെങ്കിൽ നിനക്ക് നല്ല കൂട്ടുകാരുണ്ടാകും. നല്ല സ്നേഹിതരെന്ന് പറയുമ്പോൾ നിന്റെ കയ്യിൽ നിന്ന് പണമുണ്ടെങ്കിൽ നിന്റെ കൂടെ കൂടി വന്നിട്ട് നാളെ എല്ലാം തീരുമ്പോൾ നിന്നെ വിട്ടിട്ട് പോകുന്നവൻ അല്ല. നല്ല സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ നിന്നോട് കൂടെ ദീർഘകാലം, അതായത് കണ്ട നാൾ മുതൽ കണ്ണടയ്ക്കുന്നതുവരെയും നിന്നോടൊപ്പം നിൽക്കുന്നവനാണ് നല്ല സ്നേഹിതൻ. അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളവരെ ദൈവം എനിക്ക് തന്നു. 20 വർഷമായിട്ട്, 25 വർഷമായിട്ട്, 30 വർഷമായിട്ട്, 35 വർഷമായിട്ട് ഞാൻ ഹൈദരാബാദിൽ വന്ന അന്നു മുതൽ ഇന്നുവരെയും അന്നുണ്ടായിരുന്ന അതേ സ്നേഹവും അതേ കൂട്ടുകെട്ടും ഒക്കെ പങ്കുവയ്ക്കുന്നതായ നല്ല സ്നേഹിതന്മാർ ഇന്നും എനിക്ക് ഉണ്ട്. അങ്ങനെയുള്ള സ്നേഹിതരെ ദൈവം എനിക്ക് തന്നു. ഞാൻ ഏത് രാജ്യത്ത് ചെന്നാലും എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? അവിടെയുള്ളവരുമായുള്ള സ്നേഹം. ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പോയി. വളരെ കഷ്ടത്തിലായിരുന്നു പോയത്, വളരെ ഞെരുക്കത്തിലായിരുന്നു പോയത്. നമ്മുടെ TV പ്രോഗ്രാമുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കുറച്ച് സഹായം ആവശ്യമായിരുന്നു. ഒരുപക്ഷേ വിദേശത്ത് ചെന്നിട്ട് വചന ശുശ്രൂഷ നടത്തുമ്പോൾ ആരെങ്കിലും വചനം കേട്ടിട്ട് സഹായിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അത്ഭുതകരമായ ശുശ്രൂഷ ഞാൻ ചെയ്യുമായിരുന്നു. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചതായ സമയത്ത് ദൈവം അന്ന് എന്നോടൊരു ചോദ്യം ചോദിക്കുവാനിടയായി. നീ അമേരിക്കയിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അതേ കർത്താവേ. അപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഫ്രണ്ട്സ് വേണമോ അതോ ഫണ്ട്സ് വേണമോ എന്ന് ചോദിച്ചു. എന്താണ്? ഫ്രണ്ട്സ് വേണമോ അതോ നിനക്ക് ഫണ്ട്സ് വേണമോ എന്ന്. അതായത് നിനക്ക് സ്നേഹിതരെ വേണമോ അതോ സമ്പത്തിനെ വേണമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ എന്ത് പ്രാർത്ഥിച്ചുവെന്നറിയാമോ? കർത്താവേ, വാസ്തവത്തിൽ സമ്പാദ്യമാണ് സുവിശേഷത്തിനായി വേണ്ടതിപ്പോൾ. എന്നാൽ ഞാൻ സമ്പാദ്യത്തെക്കാൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് എൻ്റെ സ്നേഹിതരെയാണ്. എനിക്കതുകൊണ്ട് സ്നേഹിതരെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയ സഹോദര സഹോദരി, ഈ ദിവസം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദൈവം എനിക്ക് തന്നിരിക്കുന്നത് സമ്പാദ്യമല്ല, പിന്നെയോ സ്നേഹിതരെയാണ്. ഞാനൊരു ദിവസം കൊറിയയിൽ ചെന്ന് എൻ്റെ ഫ്രണ്ടിനോടൊപ്പം ചിലവഴിച്ചപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു സ്നേഹിതനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം, അതുകൊണ്ട് നീ ഇപ്പോൾ ആഹാരം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ കടന്നുപോയി അവിടെ പോയിരുന്നു. ഒരുമിച്ച് ആഹാരം കഴിക്കുകയാണ്. സ്നേഹിതനെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് അയാൾ പറഞ്ഞു. പരിചയപ്പെടുത്തിയതിൻ്റെ ശേഷം പേരൊക്കെ പറഞ്ഞു, എല്ലാം വളരെ നല്ലതാണ്. പരിചയപ്പെടുത്തിയതിൻ്റെ ശേഷം ഞാനും നീയും ചേർന്നുകൊണ്ടിപ്പോൾ ആരോടൊപ്പമാണ് ആഹാരം കഴിച്ചതെന്നറിയാമോ എന്ന് ചോദിച്ചു. സ്നേഹിതനെ പരിചയപ്പെടുത്തി പൂർണ്ണമായി എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അയാൾ സാംസങ്ങിൻ്റെ കൊച്ചുമകനാണ് എന്നു പറഞ്ഞു. നമ്മുടെ സാംസങ് കമ്പനിയുണ്ടല്ലോ, ആ സാംസങ് കമ്പനിയുടെ ഉടമയുടെ കൊച്ചുമകനോടൊപ്പം ഇരുന്നാണ് ആഹാരം കഴിച്ചത്. എനിക്ക് അതിശയം തോന്നി. അമേരിക്കയിൽ വലിയ വലിയ
ബിസിനസ് രാജാക്കന്മാരുണ്ട്. ഈ ദിവസം എൻ്റെ മക്കൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു അംഗത്തെ പോലെ കഴിയാനുള്ളതായ ഭാഗ്യം ദൈവം തന്നു. എന്തുകൊണ്ട് ഈ വിഷയം പറയുന്നുവെന്ന് അറിയാമോ? ഇപ്പോൾ KFC ഉണ്ട്. എവിടെ തിരിഞ്ഞാലും KFC എന്ന് നമുക്ക് ഹോട്ടലിൽ കാണാൻ കഴിയും. അതിനേക്കാൾ 10 ഇരട്ടി വ്യാപാരം ചെയ്യുന്ന, അതിലും പേരും പ്രശസ്തിയും നേടിയെടുത്തതായ ഫുഡ്, അതിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതിൻ്റെ പേരാണ് ചിക്ക്-ഫിലെ. ചിക്ക്-ഫിലെയുടെ ഓണർ ആരാണെന്നറിയാമോ? ഡാൻ കാത്തി. അദ്ദേഹം എൻ്റെ നല്ല സ്നേഹിതനാണ്. പ്രിൻസ് മോൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിൽ തന്നെ 3 ദിവസം നിന്നിട്ട് കടന്നു വന്നു. അയാൾ ആരാണെന്നറിയാമോ? ലോകത്തിൽ വെച്ച് തന്നെ വലിയ ഒരു ധനവാനും അതുപോലെ ആത്മീയനുമാണ്. എക്സാമ്പിൾ പറയുകയാണ്, എറിക് വാറൻ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ബൈബിളിൻ്റെ ശേഷം വളരെ വിറ്റഴിയപ്പെട്ടതായ വളരെ അത്ഭുതകരമായ പുസ്തകം എഴുതിയ എൻ്റെ പേരാണ് പർപ്പസ് ഡ്രിവൺ ലൈഫ്. അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം അദ്ദേഹം പറയുന്നു, സതീഷ് കുമാർ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിരിക്കുന്നുവെന്ന്. അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇതിനു മുമ്പ് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ തന്നെ ഒരു മെസ്സേജ് ഇട്ടു, 1 നിമിഷം വന്ന് കണ്ടിട്ട് പോവുക എന്ന്. വരുവാൻ പറഞ്ഞു. അരമണിക്കൂർ കൂടിയിരിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ 6 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. വളരെ സ്നേഹത്തോടെ സംസാരിക്കാനിടയായി. 5 മിനിറ്റ് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ 6 മണിക്കൂർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു, ആഹാരം കഴിച്ചു, ഒരുമിച്ച് ചായ കുടിച്ചു. എന്തുകൊണ്ട് ഈ കാര്യം പറയുന്നതെന്നറിയാമോ? എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സമ്പാദ്യങ്ങളല്ല. ലോകത്തിന് 4 മൂലകളിലും നല്ല സ്നേഹിതന്മാരെ ബാക്കി വെച്ചിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ സമ്പാദ്യം മാത്രമല്ല, നല്ല സ്നേഹിതരെയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ നല്ല സ്നേഹിതരെ വിട്ടിട്ട് പോകണമെങ്കിൽ നിങ്ങൾ നല്ലവരാകണം. നല്ലവർക്കാണ് നല്ല സ്നേഹിതരെ ലഭിക്കുന്നത്. നല്ല സ്നേഹിതരാകണം. യോനാൻ കടന്നു പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ആരെങ്കിലും എൻ്റെ മക്കളിൽ ബാക്കിയാകുന്നുവെങ്കിൽ അവർക്ക് നല്ല സ്നേഹിതരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ കൊടുത്തിട്ട് പോയി. ദാവീദ് എത്രയ്ക്ക് നല്ലവനാണെന്നറിയാമോ? തൻ്റെ സ്നേഹിതനായിരുന്ന യോനാഥൻ മരിച്ചതിന് ശേഷവും യോനാഥൻ നിമിത്തമായിട്ട് ആ കുടുംബത്തിന് നന്മ ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അന്വേഷിക്കാനിടയായി. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ അവസാനം യോനാഥാന് 2 കാലം നഷ്ടമായ ഒരു മകനുണ്ട് എന്ന് വാസ്തവം അറിഞ്ഞപ്പോൾ ആ മകനെ വിളിപ്പിച്ചിട്ട് എന്തു പറഞ്ഞുവെന്നറിയാമോ? നീ വളരെ താഴ്ന്ന സ്ഥിതിയിലാണെന്നറിയുന്നു. നിന്റെ പിതാവ് കൊല്ലപ്പെട്ടു, നിന്റെ മുത്തച്ഛൻ കൊല്ലപ്പെട്ടു, നീ ഇപ്പോൾ ആരും സഹായമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നെന്നറിയുന്നു. നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ മുത്തച്ഛൻ്റെ സകല സമ്പാദ്യങ്ങളും ഞാൻ നിനക്ക് നൽകിത്തരാം. മുത്തച്ഛൻ്റെ സമ്പാദ്യം കിട്ടിയാൽ പിതാവിൻ്റെ സമ്പാദ്യം കിട്ടുമല്ലോ. നിനക്ക് നഷ്ടപ്പെട്ടതായ സകല കാര്യങ്ങളെ ഞാൻ നിനക്ക് തിരികെ തരാം. അതുമാത്രമല്ല, നീ എന്നോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. എൻ്റെ മക്കളിൽ ഒരുവനായിട്ട് നീ ഇവിടെ കഴിയണം. വായിക്കുകയാണ് 9-ാം അധ്യായം 13-ാം വാക്യം. ഇങ്ങനെ മെഫീബോശെത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിൻ്റെ മേശിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. എന്താണിവിടെ കാണുവാൻ കഴിയുന്നത്? ഒരുപക്ഷെ ശൗലിന് ശേഷം യോനാഥാൻ ആയിരുന്നു രാജാവായിരുന്നതെങ്കിൽ മെഫീബോശെത്തും രാജാവിൻ്റെ മകനായിരുന്നതുകൊണ്ട് രാജകുമാരനായി അവിടെ തന്നെ വസിക്കുമായിരുന്നു. ഇപ്പോൾ ദാവീദ് എന്താണ് പറയുന്നത്? യോനാഥാൻ എൻ്റെ സ്നേഹിതനാണ്. ഇപ്പോൾ നീ എൻ്റെ സ്നേഹിതൻ്റെ മകനാകൊണ്ട് രാജകുമാരനെ പോലെ തന്നെ എന്നോടൊപ്പം നീ ഇവിടെ നിന്ന് തന്നെ ആഹാരം കഴിക്കണം. ദാവീദിൻ്റേത് എത്ര നല്ല മനസ്സാണ്! തൻ്റെ സ്നേഹിതൻ്റെ മകനെ കഷ്ടതയുടെ നടുവിൽ തന്നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ മക്കളിൽ ഒരുവനെപ്പോലെ വളർത്തുകയാണ്. പ്രിയ മാതാപിതാക്കളെ, നന്മയെ പങ്കുവയ്ക്കുക, നല്ല സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുക. നിന്റെ പണം കണ്ടുകൊണ്ടോ, നിന്റെ പ്രശസ്തിയെ കണ്ടുകൊണ്ടോ, നിനക്കുള്ള സമ്പത്തിനെ കണ്ടുകൊണ്ടോ കടന്നുവരുന്നവർ അതില്ലാതാകുമ്പോൾ നിന്നെ വിട്ടിട്ട് പോകും. നിന്റെ അടുക്കിലേക്ക് വരുന്ന ആളുകൾ നിന്റെ സമ്പാദ്യത്തെ കണ്ടുകൊണ്ടല്ല, നിന്റെ നല്ല വ്യക്തിത്വത്തെ, ആത്മീയതയെ കണ്ടുകൊണ്ട് നിന്റെ നല്ല സ്നേഹിതരായിട്ട് മാറണം. അതാണ് പറയുന്നത്. ഇന്നെൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന എൻ്റെ സ്നേഹിതർ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ എൻ്റെ സ്നേഹിതരായവരാണ്. എന്നാൽ ഈ ദിവസവും അവർ തന്നെ എൻ്റെ ഏറ്റവും നല്ല സ്നേഹിതരായിട്ട് തന്നെ തുടരുന്നു. എൻ്റെ മക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ സ്നേഹിതർ വരും. അവരോട് പറയും, ഇവരെല്ലാവരും തന്നെ എൻ്റെ ഒന്നുമില്ലായ്മയിൽ എൻ്റെ സ്നേഹിതരായിരുന്നു. എന്നാൽ ഈ ദിവസവും അവർ തന്നെയാണ് എൻ്റെ സ്നേഹിതർ. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ സ്നേഹിതരുടെ രീതിയാകട്ടെ, അവരുടെ സ്വഭാവമാകട്ടെ, ആത്മീയതയാകട്ടെ വളരെ ശ്രേഷ്ഠമാണ്. മാതാപിതാക്കളെ, നിന്റെ ആത്മീയതയ്ക്കനുസരിച്ചാണ് നിങ്ങളുടെ നന്മ.
നിങ്ങളുടെ നന്മയ്ക്കനുസരിച്ചാണ് നല്ല സ്നേഹിതരെ കിട്ടുന്നത്. 9-ാം അധ്യായത്തിൽ കാണുകയാണ്, മരിച്ചുപോയവനായ യോനാഥാൻ എൻ്റെ നല്ല സ്നേഹിതനാണ്. ആ നല്ല സ്നേഹിതനെ ഓർത്തുകൊണ്ട് എനിക്ക് അവൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് താൻ സ്നേഹവും വാത്സല്യവുമൊക്കെ യോനാഥാൻ്റെ മകന് പങ്കുവയ്ക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്താണ് എൻ്റെ സ്നേഹിതൻ, ഇവൻ മരിച്ചുപോയതിനു ശേഷം എനിക്ക് എന്തിനാണ് അവരുമായിട്ടുള്ള ബന്ധം, അവൻ്റെ മരണശേഷം ആ കുടുംബവുമായിട്ട് എന്തിനാണ് ഞാൻ ബന്ധം കാക്കുന്നത്? അങ്ങനെ പറഞ്ഞില്ല. 10-ാം അധ്യായത്തിൽ ഇപ്പോൾ നോക്കൂ എന്താണ് പറയുന്നത്. അതിൻ്റെ ശേഷം അമ്മോന്യരുടെ രാജാവ് മരിച്ചു, അവൻ്റെ മകനായ ഹാനൂൻ അവനു പകരം രാജാവായി. അപ്പോൾ ദാവീദ്, ഹാനൂന്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവൻ്റെ മകനും ഞാൻ ദയ ചെയ്യും എന്ന് പറഞ്ഞു അവൻ്റെ അപ്പനെക്കുറിച്ചും അവനോട് ആശ്വാസവാക്ക് പറയുവാൻ തൻ്റെ ഭൃത്യന്മാരെ അയച്ചു എന്ന് കാണുന്നു. അവൻ്റെ മരണശേഷം ദാവീദ് എന്താണ് ചിന്തിക്കുന്നത്? അമ്മോന്യ രാജാവ് എനിക്ക് നന്മ ചെയ്തവനാണ്, താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് നന്മ ചെയ്തതാണ്. ഇപ്പോഴവൻ മരിച്ചിരിക്കുന്നു, എന്നാൽ അവൻ്റെ മകന് നന്മ ചെയ്യണം. ഉപകാരത്തിന് പകരം ഉപദ്രവം ചെയ്യുന്ന ആളുകൾ ഇന്ന് ഒരുപാടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവത്തിൽ കൂടി അങ്ങനെ കടന്നുപോയിട്ടുണ്ട്. ഉപകാരം ചെയ്താൽ ഉപദ്രവിക്കുന്നവർ, സഹായം ചെയ്തപ്പോൾ സഹായത്തിന് പകരമായി ഉപദ്രവം ചെയ്ത ആളുകൾ ഒരുപാടുണ്ട്. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ദാവീദ് ഉപകാരിക്ക് ഉപകാരിയാണ്. ഉപകാരം ചെയ്ത ആളുകളെ അവൻ ഒരിക്കലും മറക്കുകയില്ലായിരുന്നു. സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരം ചെയ്യുന്നതായ പല ആളുകളും എവിടെയെങ്കിലുമൊക്കെ കാണും. വീണ്ടും ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കുന്നുവോ അതെല്ലാം നമ്മൾ സ്വയം കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടിയവ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ഏത് സ്ഥാനത്താണോ, ഏതുയർന്ന സ്ഥാനത്താണോ ആയിരിക്കുന്നത്, ഈ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുവാൻ ദൈവം ചില വ്യക്തികളിൽ കൂടി, വാക്കുകളിൽ കൂടി സഹായം ചെയ്തിട്ടുണ്ട്. പലരും തൻ്റെ നന്മ കൊണ്ട് സഹായം ചെയ്തതുകൊണ്ടാണ്, കൈത്താങ്ങ് നൽകിയതുകൊണ്ടാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്, തോളിൽ തട്ടിയതാണ്, ചെയ്യേണ്ട സഹായം ചെയ്തതുകൊണ്ടാണ്. ഇങ്ങനെ അനേകം ആളുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത യാത്രയിൽ, നിങ്ങളുടെ വയസ്സ് എത്രയാണ്? 20 ആണോ, 30 ആണോ, 40 ആണോ, 60 ആണോ, 70 ആണോ? ഇത്രയും വയസ്സുണ്ടായിരിക്കുമ്പോഴും നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനായി ദൈവം അനേകരെ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം ഉപയോഗിച്ചതായ ആളുകളുടെ ഉപകാരം നിമിത്തമാണ് നാം ഈ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. മറക്കരുത്. ആരെല്ലാമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ചെയ്തത്, ഉപകാരം ചെയ്തത്, അവരെ മറക്കരുത്. ദാവീദ് മറക്കുന്നവനായിരുന്നില്ല. ഉപകാരം ചെയ്യുന്നതായ വ്യക്തികളെ ഓർക്കുമായിരുന്നു. കൃതജ്ഞത എന്നത് ദൈവത്തിൻ്റെ ഭക്തരിൽ കാണുന്ന അത്ഭുതകരമായ സ്വഭാവമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡായിരിക്കണം. ആവശ്യം നേടിയെടുത്തതിൻ്റെ ശേഷം മാറിപ്പോകുന്നവരായിട്ട് നമ്മൾ ആയിരിക്കാൻ പാടില്ല. ആവശ്യം കഴിഞ്ഞു, ഇനി എനിക്കെന്താണ് പണി? ആവശ്യം കഴിഞ്ഞു, അവനെക്കൊണ്ട് ഇനി എനിക്കെന്ത് പണി? അവസരം കഴിഞ്ഞല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ അർത്ഥമെന്താണ്? നീ ഒരു അവസരവാദിയാണ്. ആവശ്യത്തിനു വേണ്ടി സ്നേഹത്തോടെ സംസാരിക്കും, ആവശ്യത്തിനു വേണ്ടി മനോഹരമായിട്ട് സംസാരിക്കും. ആവശ്യം കഴിഞ്ഞതിൻ്റെ ശേഷമോ ആ വ്യക്തിയെ വിട്ടുകളയും. നീ നല്ലവനല്ല, നിന്നിൽ നന്മയില്ല. ഒരുപക്ഷെ നീ അങ്ങനെയുള്ളവനാണെങ്കിൽ, അങ്ങനെയുള്ളവളാണെങ്കിൽ നിനക്ക് നല്ല സ്നേഹിതരെ കിട്ടില്ല. നല്ല സ്നേഹിതരെ നിനക്ക് കിട്ടിയില്ല എങ്കിൽ നിന്റെ മക്കൾക്ക് നീ സഹായികളെ വിട്ടിട്ട് പോകുന്നില്ല, വാത്സല്യം പങ്കുവയ്ക്കുന്നവരെ വിട്ടുപോകുന്നില്ല, കഷ്ടത വന്നാൽ ഓടിവന്ന് ആശ്വസിപ്പിക്കുന്നവരെ നീ വിട്ടുപോകുന്നില്ല. പ്രിയ സഹോദര സഹോദരി, കേൾക്കുക. ഒരുപക്ഷേ നിന്റെ ജീവിതത്തിൽ എല്ലാവരും നിന്നെ വഞ്ചിച്ചാലും, എല്ലാവരും നിന്റെ ജീവിതത്തിൽ നിന്നെ അകറ്റി നിർത്തിയാലും, കേൾക്കുക, നല്ലൊരു സ്നേഹിതനുണ്ട്. അവൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവിനെ നിന്റെ നല്ല സ്നേഹിതനായിട്ട് നീ കൈക്കൊള്ളുകയാണെങ്കിൽ അന്ത്യശ്വാസം വരെയും അവൻ നിന്റെ കൂടെ നിൽക്കും. നീ ഈ ലോകയാത്ര അവസാനിപ്പിച്ചതിന് ശേഷം ആ കർത്താവ് നിന്നെ സ്വർഗത്തിലേക്ക്, അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. ആ നല്ല സ്നേഹിതനെ എനിക്ക് വേണം, അവൻ നൽകുന്നതായ നന്മയും എനിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ വരും, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ശ്രേഷ്ഠമായ ഈ സന്ദേശത്തിൽ കൂടി കർത്താവെ, സകല വ്യക്തികളോടും നീ സംസാരിച്ചതോർത്ത്, നീ ഇടപെട്ടതോർത്ത് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. നിന്റെ വചനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ മാധുര്യമുള്ളതായ അത്ഭുതകരമായ
സന്ദേശത്തെ നിന്റെ വചനത്തിൽ കൂടി നീ ഞങ്ങൾക്ക് നൽകുമല്ലോ. ഇന്ന് ദാവീദ് ഏത് രീതിയിലാണോ യോനാഥാൻ്റെ നല്ലൊരു സ്നേഹിതനായി നിന്നുകൊണ്ട്, യോനാഥാൻ മരിച്ചുപോയിട്ടും ആ സ്നേഹബന്ധം അവസാനിച്ചില്ല. അമ്മോന്യ രാജാവിൻ്റെ നല്ല സ്നേഹിതനായി നിന്നു. അയാൾ മരിച്ചുപോയിട്ടും ശരി, നല്ല സ്നേഹിതനായിട്ട് തന്നെ തുടരുവാനിടയായി. ദാവീദ് മരിച്ചുപോയിട്ടും ഹീരാം രാജാവ് ദാവീദിനോടുള്ള സ്നേഹം കൊണ്ട് ശലോമോന് സഹായം ചെയ്തു. കർത്താവേ, ഞങ്ങൾ നല്ലവരാണെങ്കിൽ നല്ല മനസ്സുള്ളവർ ആയിരിക്കും. ഞങ്ങൾ നല്ല മനസ്സുള്ളവരാണെങ്കിൽ നല്ല സ്നേഹിതരെയും ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വീഴ്ചയുടെ നടുവിൽ സന്തോഷത്തോടെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളുടെ അടുക്കൽ വരുന്നത് ഞങ്ങളുടെ കൂട്ടുകാരാണ്. അങ്ങനെയുള്ളവരെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെയുള്ളവരെ കൂടെ നിർത്താനുള്ളതായ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹിതൻ കർത്താവെ നീ തന്നെയാണ്. ആ നിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാനുള്ളതായ ഭാഗ്യത്തെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. കർത്താവെ, സകല വ്യക്തികളും നിന്നോട് കൂടെ ജീവിക്കണം, നിന്റെ സ്നേഹം അനുഭവിക്കണം, നിന്റെ സ്നേഹത്തെ ലോകത്തിനായി പങ്കുവയ്ക്കണം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.